ഹലോ, ഡോക്ടർ അബ്ദുസ്സലാം ഉമർ വിത്ത് യു. പല ആളുകൾക്കും വിവാഹത്തിന് മുമ്പ് പ്രണയങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ നമ്മൾ പല സാഹചര്യങ്ങൾ കൊണ്ടും അവിടുന്ന് അങ്ങോട്ട് മൂവ് ഓൺ ചെയ്ത് പുതിയ ജീവിതത്തിലേക്ക് കടക്കും, കല്യാണം കഴിച്ച് പോകുമല്ലോ. പിന്നെ പഴയ പ്രണയത്തെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളത് വലിയ ഒരു ചോദ്യമാണ്. ഞാനൊരു ഉദാഹരണം വെച്ച് പറയാം. ഈ അടുത്തൊരാൾ കൗൺസിലിങ്ങിന് വന്നു. കംപ്ലീറ്റ്ലി ലോസ്റ്റാണ്. ലോസ്റ്റ് മീൻസ് അയാൾക്ക് ഫോക്കസ് കിട്ടുന്നില്ല, ഒന്നിലും ശ്രദ്ധയില്ല, ഒന്നിലും താല്പര്യമില്ല, ഭാര്യനോട് സംസാരിക്കാൻ കഴിയുന്നില്ല, ഭാര്യനോട് അടുപ്പമില്ല, ബെഡ്റൂമിൽ ഇൻട്രസ്റ്റ് ഇല്ല, മക്കളോട് ഇൻട്രസ്റ്റ് ഇല്ല, ബിസിനസ്സിൽ ഇൻട്രസ്റ്റ് ഇല്ല. അയാൾ ചാറ്റിങ് തന്നെ ചാറ്റിങ്. അയാൾ മാളുകളിലൂടെയൊക്കെ ചാറ്റിങ് ചെയ്തിട്ട് ഇങ്ങനെ നടക്കുമ്പോൾ അയാൾ മാളാണോ അതല്ലെങ്കിൽ അങ്ങാടിയാണോ അതല്ലെങ്കിൽ കോണിയാണോ ലിഫ്റ്റാണോ ഒന്നും ഓർമ്മയില്ല. പിരാന്ത്, നട്ടഭ്രാന്ത്. എന്താ പ്രശ്നം എന്നറിയോ? എവിടുന്നോ നമ്പർ തപ്പി. ഈ മറ്റേ സാധനം തീരെ ശരിയില്ല. നമ്മളെ ഈ എന്താണ് പറയുക, പൂർവ്വ വിദ്യാർത്ഥി സംഗമങ്ങളില്ലേ, അതിന് ഗ്രൂപ്പ് ഉണ്ടാക്കി. ആ ഗ്രൂപ്പിൽ ഇയാളെ നമ്പർ കിട്ടി. പഴയ കാമുകി കൂയി നടിച്ചതാണ് പ്രശ്നം. അപ്പം ഈ നമ്മളിപ്പോൾ ഒരു നല്ല ഇൻസ്റ്റിറ്റ്യൂഷനായി, ഫാമിലിയായി, ബിസിനസ്സായി, കുട്ടികളായി, ലൈഫിൻ്റെ എല്ലാം സെറ്റായി വളരെ മാന്യമായിട്ട് പോകുന്ന സമയത്തായിരിക്കും ഇങ്ങനെ ഒരു സാധനം കണ്ട് വരുന്നത്. ഒരു ഹായ്, അനക്ക് ഓർമ്മയുണ്ടോ നമ്മളന്ന് കോഫി കുടിച്ചത്? അനക്ക് ഓർമ്മയുണ്ടോ നമ്മളന്ന് ആ മരത്തിൻ്റെ ചോട്ടിലിരുന്നിട്ട് മണിക്കൂറുകൾ സംസാരിച്ചത്? അനക്ക് ഓർമ്മയുണ്ടോ അന്ന് നമ്മൾ ബൈക്കിൽ ഇങ്ങനെ മഴയത്ത് കിലോമീറ്ററുകൾ ഡ്രൈവ് ചെയ്ത് പോയത്? അന്ന് തണുത്തിട്ട് നമ്മൾ ചേർത്ത് പിടിച്ചത് അനക്ക് ഓർമ്മയുണ്ടോ? അനക്ക് ഓർമ്മയുണ്ടോ നമ്മൾ ബീച്ചിലെ രാത്രികളിൽ ഇങ്ങനെ നടന്നിട്ട് ഒരുപാട് സംസാരിച്ച് കൈ ചേർത്ത് പിടിച്ച് നടന്ന് നേരം വെളുക്കോളും നമ്മളിങ്ങനെ നമ്മളെ കാൽപാദങ്ങൾ നോക്കി ഇങ്ങനെ അങ്ങോട്ട് പോയ കാൽപാദങ്ങളിലൂടെ കാല് വെച്ച് ഇങ്ങോട്ട് വന്നത് അനക്ക് ഓർമ്മയുണ്ടോ? തിരമാലകൾ കൊണ്ടുപോകാതെ. അതൊക്കെ സുന്ദരമായ നിമിഷങ്ങളായിരുന്നു. ഐ മിസ് യു എന്നൊക്കെയാണ് പറഞ്ഞാൽ എൻ്റെ മക്കളെ കൽബിഷ് എന്നങ്ങോട്ട് പോകും, കയ്യിൽ നിന്ന് പോകും. അതുകൊണ്ട് തന്നെ ഇതിലിപ്പം സത്യത്തിൽ ഭ്രാന്താവും കേട്ടോ. കുടുംബം കയ്യിൽ നിന്ന് പോകും, മക്കളും കയ്യിൽ നിന്ന് പോകും, നമ്മളും കയ്യിൽ നിന്ന് പോകും. സൈക്യാട്രിക് ഡോക്ടർ അടുത്ത് പോലും ഈ സാധനം നിൽക്കില്ല. അപ്പം എക്സ് പ്രണയങ്ങളോട് ഉള്ള നമ്മുടെ ഒരു പോളിസി എന്തായിരിക്കണം എന്നുള്ളതാണ് ചോദ്യം. അപ്പം ഞാൻ ഒരുപാട് കൗൺസിലിങ്ങിൽ ഞാൻ പറയുന്ന ഒരു പോളിസി എന്ന് പറഞ്ഞത് സീറോ കോണ്ടാക്റ്റ് പോളിസിയാണ്. സീറോ കോണ്ടാക്റ്റ് പോളിസി. ഇനി ഇപ്പം ഇച്ചിരി പേഴ്സണൽ ലൈഫ് പറയുകയാണെങ്കിൽ പ്രണയങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ടാവില്ല. നമ്മളും കോളേജ് ലൈഫിലും നമ്മളും പ്രണയിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഒരു ഘട്ടത്തിൽ കല്യാണം കഴിക്കണോ, കല്യാണം കഴിക്കണ്ടേ? കല്യാണം കഴിക്കാൻ പറ്റില്ല. അപ്പം നാട്ടിലേക്ക് വരണം. നാട്ടിലേക്ക് വന്നു, വേറെ വിവാഹം കഴിച്ച് സുന്ദരമായി ജീവിക്കുന്നു. പക്ഷേ ഒരു കാര്യം വെരി ക്ലിയറാണ്. അത് എന്നോട് ബഹുമാനമുള്ള ഒരു സംഭവമാണ്. അന്ന് കോളേജിൽ നിന്ന് ഇറങ്ങിയ അന്ന് മുതൽ ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്ന ഈ നിമിഷം വരെ മൊബൈൽ കൊണ്ടോ വാട്സപ്പ് കൊണ്ടോ ഫേസ്ബുക്ക് കൊണ്ടോ ഒരു രീതിയിലും ഞാൻ പഴയ പ്രണയവുമായി ബന്ധപ്പെട്ടിട്ടേയില്ല. അവർ വളരെ സുന്ദരമായി കല്യാണം കഴിച്ച് മുന്നോട്ട് പോകുന്നു. ഞാൻ വളരെ സുന്ദരമായി കല്യാണം കഴിച്ച് എൻ്റെ ഭാര്യയും കുട്ടികളുമായിട്ട് കഴിഞ്ഞു പോകുന്നു. ഒരു കാലഘട്ടത്തിലും ഒരു സീറോ കോണ്ടാക്റ്റ് മീൻസ് സീറോ കോണ്ടാക്റ്റ്. എന്തുകൊണ്ട് ചോദിച്ചാൽ ഒരു പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലുള്ള ഓർമ്മകളോ അതല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷനോ എല്ലാ കുടുംബത്തിലും, അതായത് പ്രണയം വേറെ ജീവിതം വേറെ. പ്രണയത്തിൽ നമ്മളെ നല്ല സ്വഭാവം മാത്രമേ കാണിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ തമ്മിൽ അടികളും വഴക്കുകളും ദേഷ്യങ്ങളും വെറുപ്പുകളും ഒന്നും ഉണ്ടായിട്ടുണ്ടാവില്ല. കല്യാണ ജീവിതം എന്ന് പറയുമ്പോൾ നമ്മളെ തനി സ്വഭാവങ്ങളൊക്കെ നമ്മൾ കാണിക്കും. നമ്മൾ വഴക്കും ദേഷ്യവും സങ്കടവും എല്ലാം പ്രകടിപ്പിക്കും, എല്ലാ ദുസ്വഭാവങ്ങളും പ്രകടിപ്പിക്കും. സ്വാഭാവികമായിട്ടും എല്ലാ കുടുംബജീവിതത്തിലും നല്ലത് മാത്രമല്ല ഉണ്ടാകുക. ചെറിയ വഴക്കുകളും കച്ചറകളും സങ്കടങ്ങളും ഇഷ്ടങ്ങളും ഇഷ്ടക്കുറവുകളും ഒക്കെ ഉണ്ടാവും. അതിലേക്കാണ് ഒരു ഇഷ്ടക്കുറവും ഇല്ലാത്ത, ഒരു ദേഷ്യവും ഇല്ലാത്ത, ഒരു വെറുപ്പില്ലാത്ത സ്നേഹം മാത്രം നമ്മൾ പ്രകടിപ്പിച്ചിരുന്ന ഒരാൾ കടന്നു വരുമ്പോൾ നമുക്ക് തോന്നും ഇവളേക്കാൾ ഉഷാർ ഇവളാണെന്ന് വെറുതെ തോന്നും. പക്ഷെ ഓളൊന്ന് കെട്ടി വെക്കണ്ടേ വിവരറിയെങ്കിൽ? നിങ്ങളൊന്ന് ഓളെ കെട്ടി നോക്കി. ഇവളേക്കാൾ 10 ഇരട്ടി കുരുപ്പേക്കാരത്. അതുകൊണ്ട് വെറുതെ സ്വപ്ന ലോകത്ത് ജീവിക്കണ്ട. പ്രണയങ്ങളൊക്കെ വൈക്ക് വിട്ടാളി. ഇപ്പം കിട്ടിയതിനും പിടിച്ച് കുട്ടികളെയും പിടിച്ച് മര്യാദയ്ക്ക് ഇരുന്നാൽ ജീവിതം ഉണ്ടാവും. അതിൻ്റെ പിന്നാലെ പോയാൽ ഭ്രാന്താവും. കുടുംബം പോകും, ഓളോളെ പെരയ്ക്കും പോകും, കുട്ടികളെയും കൊണ്ട് ഓള് പോകും. നിങ്ങളൊന്ന് പറഞ്ഞു നോക്കി, അവളുടെ അന്ന ഞാൻ കെട്ടാന്ന്. ഓള് പോലും അവളുടെ ഇപ്പോഴത്തെ കുടുംബത്തെയും കുടുംബത്തെയും വിട്ട് നിങ്ങളപ്പം വരെ അവൾ തയ്യാറില്ല. അവൾ ചെറിയൊരു എക്സ്ട്രാ ഡിങ്കോൾഫിക്ക് മാത്രമേ ഓള് റെഡിയുള്ളൂ. അല്ലാതെ അവളെ ഞാൻ സ്വന്തമാക്കാൻ നിങ്ങൾ പറഞ്ഞു നോക്കി, ഓള് നാളെ ബ്ലോക്കാക്കും. നിങ്ങളെ ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾ കടിച്ചും പിടിച്ചുള്ളത് ആകെ നായി നിൽക്കും. അതുകൊണ്ട് വേണ്ട, സീറോ കോണ്ടാക്റ്റ് പോളിസി. അല്ലെങ്കിൽ കുടുംബവും പോവും, എല്ലാം പോവും, കച്ചവടം പോവും, തലയും പോവും. മരുന്ന് കുടിച്ചാൽ പോലും ശരിയാവില്ല കേട്ടോ. മറ്റൊരാശയമായി വീണ്ടും വരാം.